ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്നലെ പാപത്തെക്കുറിച്ചുള്ള ചിന്തയിൽ പാപത്തിൻ്റെ ഒരു നിർവചനത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തോട് നോ പറഞ്ഞ് പിശാചിനോട് യേസ് പറയുന്നതാണ് പാപം. നമ്മളെപ്പോഴും ആത്മശോധന ചെയ്ത് നോക്കണം. നമ്മുടെ ഏതെങ്കിലും വിചാരമോ വാക്കോ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഉപേക്ഷയോ അത് ദൈവത്തോടുള്ള നോ ആണോ? രണ്ടാമതായി അറിയാനുള്ളൊരു കാര്യം, ദൈവം അനുവദിക്കാത്ത, ആശീർവദിക്കാത്ത, നൽകാത്ത കാര്യങ്ങൾ സ്വന്തമാക്കുകയോ സുഖം ആസ്വദിക്കുകയോ ആ മേഖലയിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ പിശാചിനോട് യേശു പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ആ പിശാചിനോട് യേശു പറഞ്ഞുകൊണ്ട് ഞാൻ പോകുമ്പോൾ ദൈവത്തോടുള്ള വളരെ വലിയൊരു നോയായിട്ടത് മാറുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തോട് യെസ് പറയുമ്പോൾ എന്നിലേക്ക് വരുന്ന ദൈവകൃപ, വരപ്രസാദം, ദൈവിക ജീവൻ എന്നെ ആരോഗ്യമുള്ള ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലാക്കി മാറ്റും. എന്നാൽ ഞാൻ ദൈവത്തോട് നോ പറഞ്ഞ പിശാചിനോട് യേശു പറയുമ്പോൾ എന്നിലേക്ക് ഈ പൈശാചികത കയറി വരും. ഈ കടന്നു വരുന്ന പൈശാചികതയാണ് ശാപം എന്ന് പറയുന്നത്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ശാപം എന്ന് പറഞ്ഞാൽ നീ മുടിഞ്ഞു പോകുമെന്ന് ഒരാൾ പറയുന്ന ശാപത്തിന് അടിസ്ഥാനത്തിൽ തെറ്റായ ഒരു അറിവാണ് പലർക്കും ഉള്ളത് ശാപത്തെക്കുറിച്ച്. പാപം വഴി നമ്മിലേക്ക് വരുന്ന ഈ പൈശാചികതയാണ് ഈ ശാപം. അപ്പോൾ ദൈവത്തോട് നോ പറഞ്ഞ് പിശാചിനോട് യേശു പറയുമ്പോൾ നമുക്ക് നമ്മിലുള്ള ദൈവകൃപ ചോർന്നു പോകുന്നു. നമ്മുടെ ആത്മാവിൻ്റെ ദൈവച്ഛായ, ദൈവസാദൃശ്യം മങ്ങുന്നു. അപ്പോൾ നമ്മിലേക്ക് കയറി വരുന്ന പൈശാചികത നമ്മെ പിശാചിൻ്റെ സ്വഭാവമുള്ള, പിശാചിൻ്റെ പ്രത്യേക വൈകൃതങ്ങളുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയിൽ വീഴ്ച വരുത്തിയ ഒരു സഹോദരി തൻ്റെ കൂടെ സഹപ്രവർത്തകനായിരിക്കുന്ന ആള് പാപകരമായൊരു സുഖം സമ്മാനിക്കാൻ വേണ്ടി മാടി വിളിച്ചപ്പോൾ ഭർത്താവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഭർത്താവിൽ നിന്ന് വേണ്ട സുഖം കിട്ടുന്നില്ല എന്നുള്ള ഇച്ഛാഭംഗം മനസ്സിൽ പേർ നടക്കുന്ന ഒരു ഭാര്യ. ആ ഭാര്യ ഒരു താൽക്കാലികമായി തൻ്റെ സഹപ്രവർത്തകനിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു സുഖത്തോടുള്ള താല്പര്യം വർദ്ധിച്ചു വന്നപ്പോൾ ഈ അമ്മയുടെ മകള് ഫോൺ ചെയ്തു. പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മകൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ തീക്കുണ്ടം നിറഞ്ഞ ഒരു വലിയ കുഴിയുടെ കരയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഏത് നിമിഷവും അമ്മ കാല് തെറ്റി കുഴിയിൽ വീഴും എന്ന് മാതാവ് എനിക്കൊരു ദർശനത്തിലുള്ള സന്ദേശം നൽകിയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് കേട്ടപ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന മുന്നറിയിപ്പാണ്, തിരിച്ചറിയാൻ പറ്റേണ്ടതാണ്. അവിടെ നമ്മളൊരു വചനം ഓർക്കേണ്ടത് ഹെബ്രായർ 12:25, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെന്നാൽ ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവൻ്റെ സ്വരം അവഗണിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നവൻ്റെ സ്വരം അവഗണിച്ചാൽ രക്ഷപ്പെടുക അസാധ്യമാണ്. ഇതൊരു സ്വർഗീയ വെളിപാടാണ്. പരിശുദ്ധ കന്യകാമറിയം വഴി ഈശോ മകളിലൂടെ, മകൾ വിശുദ്ധയാണ്, പ്രാർത്ഥനക്കാരിയാണ്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നയാളാണ്, മിക്ക ദിവസങ്ങളിലും ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കുന്നവളാണ്, ദിവസം 10 ചാപ്റ്ററെങ്കിലും ബൈബിൾ വായിച്ച് അതിൽ 4-10 വചനങ്ങളേക്ക് കുറിച്ചെടുത്ത് അത് ബൈഹാർട്ട് ചെയ്ത് മനപാഠമാക്കി എപ്പോഴും വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നയാളാണ്. എനിക്കറിയാം ആ സഹോദരിയെ. അവളാണ് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകമായ സമ്മാനം വാങ്ങിയിട്ട് ആ സ്വർഗീയ സന്ദേശം അമ്മയെ അറിയിച്ചത്. അമ്മ ഇത് കേട്ടു. അമ്മയ്ക്ക് ഒരു മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടായി. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കൂട്ടുകാരൻ്റെ കൂടെ പുറത്തു പോയി പാപം ചെയ്യാനുള്ള, ഹോട്ടലിൽ പോയി പാപം ചെയ്യാനുള്ള തീരുമാനത്തെക്കുറിച്ചാണ് അവൾ പറഞ്ഞത്. അവിടെ ഒരു വലിയ യുദ്ധം നടന്നു. ആ യുദ്ധം എന്ന് പറയുന്നത് ജഡവും ലോകവും അവളെ ദൈവത്തോട് നോ പറയാൻ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന് പ്രലോഭനം എന്ന് പറയും. പ്രലോഭനം എന്ന് പറയുന്നത് അരുതാത്തതിലേക്ക്, ദൈവികമല്ലാത്തതിലേക്കുള്ള ആകർഷണത്തിലൂടെയാണ് പിശാച് നൽകുന്നത്. അരുതാത്തതിലേക്ക്, ദൈവികമല്ലാത്തതിലേക്ക്,
അനാവശ്യമായതിലേക്ക്, പൈശാചികമായതിലേക്ക് പിശാച് ഒരാൾക്ക് ആകർഷണം നൽകുന്നു. ഇതെല്ലാവർക്കും ഉണ്ടാകാം. ഇതാണ് പ്രലോഭനം. ഈ അരുതാത്തത് ദൈവികമല്ലാത്തത് ആകാം. എനിക്ക് വേണം, ഞാൻ ചെയ്യും, ഞാൻ സ്വന്തമാക്കും എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്ന നിമിഷം പ്രലോഭനത്തിൽ വീണു കഴിഞ്ഞു. ഇതാണ് പ്രലോഭനത്തിൻ്റെ ഒന്നാമത്തെ അപകടകരമായ ഘട്ടം. പ്രലോഭനത്തിൽ എല്ലാവരും നേരിടുന്ന പ്രലോഭനം ഉണ്ട്, പലതരത്തിലുള്ളത്. പക്ഷേ ഇവിടെ അത് അരുതാത്തതാണ്, ദൈവികമല്ലാത്തതാണെന്ന നിലവിലിരിക്കുന്ന ദൈവിക വെളിപാടുകളിലൂടെ, തിരുവചനത്തിലൂടെ, സഭയിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, വിശുദ്ധ സമൂഹങ്ങളുടെ നമുക്ക് മുമ്പിൽ പ്രബോധനങ്ങളുണ്ട്. നമുക്കെൻ്റെ അറിവ് കിട്ടിയിട്ടുണ്ട്. അതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിസ്ഡം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അരുതാത്തത് വേണ്ട എന്ന് വെക്കാൻ ഈ അമ്മ തയ്യാറാകേണ്ടതാണ്. പക്ഷേ എങ്കിലും അമ്മ ചിന്തിക്കുന്നു, ഞാനൊരു സ്ത്രീയല്ലേ, ഞാനൊരു ഭാര്യയല്ലേ, എനിക്ക് വലിയ വികാരങ്ങൾ, എനിക്ക് വലിയ ആഗ്രഹങ്ങൾ, എനിക്കും അല്പമൊക്കെ സുഖിച്ച് ജീവിക്കണ്ടേ, എന്തൊക്കെ ചിന്തിച്ചു വന്നു നോക്കിക്കേ. ഈ അമ്മ തന്നെ എന്നോട് പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ജീവിത പങ്കാളിക്ക് ഒരാൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സുഖം നൽകാൻ, സംതൃപ്തി നൽകാൻ പറ്റുന്നില്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അവിടെ ബലിജീവിതത്തിൻ്റെ വിശുദ്ധ തലങ്ങളിലേക്ക് അവർ ഉയരണം. ജീവിത പങ്കാളിക്ക് ശാരീരികമായ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു അപകടപരമായി എന്തെങ്കിലും ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിൻ്റെ ഫലമായി ശാരീരികമായ കുറവുണ്ട്, അതിലൂടെ തനിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട, ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സുഖം കിട്ടുന്നില്ല. അപ്പോൾ ഉടനെ കട്ടുതിന്നാൻ പോണോ, സബ്സ്റ്റിറ്റ്യൂട്ടിന് പോണോ, അരുതാത്തതിലേക്ക്, അനാവശ്യമായതിലേക്ക്, ദൈവികമല്ലാത്തതിലേക്ക്, പൈശാചികമായതിലേക്ക് പോണോ? ഈ അമ്മ അങ്ങനെ പോകാനായിട്ട് മനസ്സോട് തീരുമാനമെടുത്ത പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞു. എന്നോട് ഇവർ ഈ ന്യായീകരണം പറഞ്ഞപ്പോൾ ഒരു മഹാനഷ്ടത്തിൻ്റെ, ദുരന്തത്തിൻ്റെ കയത്തിൽ നിന്ന് കൈകാലിട്ട് അടിക്കുന്ന വേളയിലാണ് എന്നോട് പറയുന്നത്. ഇതറിഞ്ഞ ഭർത്താവ് ജീവനൊടുക്കി. ഇവളുടെ അധപതനവും വീഴ്ചയും അറിഞ്ഞ ഭർത്താവ് ജീവനൊടുക്കി. പിന്നെ മഹാദുരന്തങ്ങളുടെ പരമ്പരയായിരുന്നു. അത് ഞാനിവിടെ പറയുന്നില്ല. കാരണം ഞാൻ ഈ പറയുന്ന കാര്യം ആരെക്കുറിച്ചാണെന്ന് അവർക്ക് കേൾക്കാൻ അവരിപ്പോൾ ഇല്ല. പിശാചിൻ്റെ ലക്ഷ്യം, അവൻ നുണയനും നുണയുടെ പിതാവ് കൊലപാതകയുമാണ്. അവൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്നവനാണ്. യോഹന്നാൻ 8:44, യോഹന്നാൻ 10:10. പ്രലോഭകന്റെ ലക്ഷ്യം അതായിരുന്നു. അതിലവൻ വിജയിച്ചു. ദൈവത്തോട് നോ പറഞ്ഞപ്പോൾ അവളിലേക്ക് കയറി വന്ന പൈശാചികതയാണ് യാതൊരു മനഃശാഞ്ചല്യവും കൂടാതെ, യാതൊരു തരത്തിലുള്ള അനുതാപത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ പിശാചിനോട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള യെസ് പറയാൻ അവളെ പ്രേരിപ്പിച്ചത്. ഒരു ന്യായീകരണവും കൂടി അങ്ങനെ അവളിൽ നിന്ന് വന്നു. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞത്, 2 ആഴ്ച ഇവിടെ വന്നിട്ട് ധ്യാനം കൂടി ഇതിൻ്റെ മഹാദുരന്തത്തിൽ മോചനം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭർത്താവ് വലിയൊരു തെറ്റ് ചെയ്തു. ഇതറിഞ്ഞപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റ്. പക്ഷേ ആ ആത്മഹത്യ ഭർത്താവ് ചെയ്യാനുള്ള കാരണം താനാണെന്നുള്ള കുറ്റബോധം നിറഞ്ഞ ഓർമ്മകൾ അവളെ വേട്ടയാടുന്നു. അത് പിശാചാണ് ചെയ്യുന്നത്. യേശുവിനെ ഒറ്റക്കൊടുക്കാൻ പിശാച് തോന്നിച്ചു. യോഹന്നാൻ 13:2, ശിമോൻ സ്കേറിയോത്തിന്റെ മകൻ യൂദാസിനെ പിശാച് ഒറ്റക്കൊടുക്കാൻ തോന്നിപ്പിച്ചു. ഇവിടെ പ്രലോഭനം നൽകുന്നു. അത് കഴിഞ്ഞ് ആ പ്രലോഭകൻ മനസ്സിനകത്ത് കയറുന്ന അവസ്ഥയാണ് യോഹന്നാൻ 13:27. അപ്പക്കഷണം സ്വീകരിച്ചുടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഇനി അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന പിശാചാണ്. ഇതിന് ഒബ്സെഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആദ്യത്തേത് ടെംപ്റ്റേഷൻ, അത് കഴിഞ്ഞ് ഇവിടെ ഒബ്സെഷനായി. മറ്റൊന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒപ്രഷൻ എന്ന് പറയുന്ന പൈശാചിക പീഡകൾ. അത് മറ്റൊരവസരത്തിൽ പറയാൻ പറ്റിയെങ്കിൽ ഞാൻ പറയാം. പൈശാചിക പീഡകൾ വിശുദ്ധമല്ലാത്ത അശുദ്ധമാക്കപ്പെട്ട വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ, ജീവികളിലൂടെ, സാഹചര്യങ്ങളുടെ പിശാചടത് ബാഹ്യമായ പീഡകളാണത്, ഒപ്രഷൻ. ഇവിടെ ഈ ഒബ്സെഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇനി യൂദാസ് സ്വന്തം തീരുമാനം എടുക്കാൻ പറ്റില്ല. അവൻ ഒറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് അനുദപിക്കുന്നതിന് പകരം, മാനസാന്തരപ്പെടുന്നതിന് പകരം, നമ്മൾ ബൈബിൾ വായിക്കുന്നത് അവൻ അനുദപിച്ച് ദേവാലയത്തിലേക്ക് നാണയങ്ങൾ എറിഞ്ഞു കളഞ്ഞിട്ട് അവൻ പോയി തൂങ്ങിച്ചെത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീയുടെ ഈ ചരിത്രം നിങ്ങളോട് പറഞ്ഞത് അവരെ കുറ്റപ്പെടുത്താനല്ല, അവരെ ചീത്തയായി ചിത്രീകരിക്കാനല്ല. ഇതുപോലുള്ള
പിശാചിനോട് യേശു പറഞ്ഞ് ദൈവത്തോട് നോ പറഞ്ഞ പാപനിമിഷങ്ങൾ കണ്ടെത്തുവാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. ഈശോയെ, ഈ നോമ്പുകാലത്ത് അങ്ങയോട് നിരന്തരമായി യേശു പറയുന്ന പിശാചിനോട് നോ പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് വളരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.